ഹായ്, ഞങ്ങളൊന്ന് കോട്ടയം വരെ പോവാണ് അല്ലേ. കഴിഞ്ഞ ദിവസത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഒരു ദിവസം ഫുള്ള് ടയേർഡായിരുന്നു, റെസ്റ്റായിരുന്നു. മൂന്നാറൊക്കെ പോയി പറക്കാട്ടിൽ പോയി അടിച്ച് വിളിച്ച് വന്നിട്ട് ഒരു ദിവസം അച്ചുവാണിക്ക് ഫുൾ ടൈം കിടന്നുറങ്ങാം. അതായത് മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട സമയം ഞങ്ങൾ രാത്രി ഇറങ്ങിയത്. ഈ രാത്രി വന്നപ്പോൾ തൊട്ട് കാറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, വിനിച്ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു, ഇവിടെ ഉറങ്ങുന്നു. ഫുൾ ടൈം 5-6 മണിക്കൂർ ഉറങ്ങി കാറി കിടന്നു. അല്ല, 5-6 മണിക്കൂർ കാറി കിടന്ന് ഉറങ്ങി. കാറി കിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് രാവിലെ തൊട്ട് രാത്രി പിന്നെ ഉറക്കും. അതായത് ഒരു മനുഷ്യൻ സാധാരണ ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ 10 മണിക്കൂർ ഉറങ്ങുമായിരിക്കും. ഇത് കണക്കിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു 15 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഉറക്കം. അതെ, അതെനിക്കറിയാലോ. അപ്പോ ഇന്ന് ഞങ്ങള് ആ ക്ഷീണമൊക്കെ തീർത്തിട്ട് കോട്ടയം പോവാണ്. ഇന്നത്തെ കോട്ടയത്തുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും, അതായത് ഇവിടുത്തെ ഞാനവിടെ വന്നപ്പോ തൊട്ട് ഇവരെന്നെ കളിയാക്കും, നിങ്ങൾക്ക് വവ്വാലിന്റെ പോലത്തെ പല്ലെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അത് ഒരാൾക്ക് കേട്ടിട്ടുണ്ട്, അടുത്തൊക്കെ കുറച്ചുകൂടെ കേൾക്കാൻ കിടക്കുന്നു. ഈ രണ്ട് പല്ലുകൾ തമ്മിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ പല്ല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പക്ഷെ എന്റെ പല്ല് ഇങ്ങനെ ഇരിക്കുക. ചെറുപ്പം തൊട്ട് എന്റെ പല്ല് പൊങ്ങിയ പല്ല ഈ രണ്ടെണ്ണം. അപ്പോൾ ഇവളെപ്പോഴും എനിക്ക് പറയും ഈ പല്ലൊന്ന് റെഡിയാക്കണം. അപ്പൊ ഞാൻ പറയുമോ വലിയ വൃത്തിയോടൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അതങ്ങ് അത്ര ഇങ്ങോട്ട് നോക്കിയിട്ടില്ലെന്ന് ഓർത്തിട്ട് നമ്മളത്ര. അപ്പൊ എന്റെ വണ്ണോക്കിപ്പത്തി കുറഞ്ഞ ജിമ്മിലൊക്കെ പോകാതായപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അയ്യോ പല്ല് കുറച്ചധികം പൊങ്ങി തരുന്നൊരു തോട്ട് എനിക്ക് തന്നെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ നമ്മുടെ കോട്ടയത്തുള്ള തീർത്ഥാസിൽ പോയിട്ട് അവിടെ കാണിച്ചപ്പോഴത്തേക്കും അലൈനർ, അതായത് പല്ലെ കമ്പിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അലൈനർ ഇടുമെങ്കിൽ ഇൻവിസലൈൻ അലൈനേഴ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമുക്ക് വിസിബിളി പ്രോബ്ലം തോന്നത്തുമില്ല. നമ്മുടെ പല്ലാണെങ്കിൽ 6 മാസം കൊണ്ടൊക്കെ പക്കയായിട്ട് വരികയും ചെയ്യും. അപ്പൊ ഞങ്ങൾ ആദ്യം 2 സിറ്റിംഗ് ഇതെങ്ങനെ താന്നിട്ട് ലെവലാകുന്നതിന്റെ ഒക്കെ ഒരു അത് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ പല്ല് എങ്ങനെയാണ് സെറ്റ് ആകുന്നത്, ഈ അലൈനർ ഇടുമ്പോഴത്തേക്കുള്ള നമ്മുടെ ഗുണം എന്താണെന്നുള്ള കുറെ പരിപാടീസ് ഒക്കെ ഉണ്ട്. അതവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. നമുക്ക് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കോട്ടയത്ത് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. 8 മണി വരെ എത്തണം. അപ്പൊ പറപ്പിച്ച് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാവിലെ കുറച്ച് പണിയിലാണ്. കൊച്ചുമകളുടെ പല്ല്, അച്ഛന്റെ പല്ല് വലിയ കുഴപ്പമില്ലാതെ നല്ല പല്ല. അപ്പൊ ഇവിടെ വെളിയിൽ തന്നെ പറിച്ചതാ. ഇവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ പപ്പയ്ക്കും കൊച്ചുമോക്കും കൂടെ ചെറിയൊരു പണിയുണ്ട്. പപ്പ ഇവിടെ പപ്പ നോക്ക്. അതെ, പപ്പ ഇവിടെ നാടൻ കോഴി. അതെ, ആക്ച്വലി നമ്മളെ ഇത് 2 കോഴിയുണ്ട്. അപ്പോ ഒരെണ്ണം എടുത്തുള്ളൂ. അപ്പൊ ഇതിന്റെ സെപ്പറേറ്റ് പപ്പയുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ഈ നാടൻ കോഴിയുടെ. പണ്ട് പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ തൊട്ട് നമുക്ക് ഈ കോഴിക്കറി ഇങ്ങനെ വെച്ച് തരാറുണ്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. അതെ അതെ അതെ. ഇനിയിപ്പോ ഈ നാടൻ കറി നമ്മളിപ്പോ ഇന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. അപ്പൊ കൊച്ചുമോള് കാര്യം ചെയ്താൽ മതി. കൊച്ചുമോള് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചോ. എന്നിട്ട് പറ്റുമെങ്കിൽ സൺഡേ നമുക്ക് അപ്പൊ സൺഡേ ഒരു കോഴിയോടെ കൊല്ലത്തില്ലേ, സൺഡേ ഒരു കോഴിയോടെ കൊല്ലും. അപ്പൊ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോ വേറെ എടുക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. വൈകിട്ട് അപ്പൊ കറിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. ഞങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് പൊറോട്ട വാങ്ങിച്ചു തരാം. ഓക്കെ അല്ലേ? അതെ അതെ. ഓക്കെ, ബാബ പോയിട്ട് വരാവേ. ബീഫായിട്ടല്ലേ? അതായത് നമുക്ക് നോക്കാം. പൊറോട്ട ഏത്തക്കപ്പം എന്തെങ്കിലും മാറ്റുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ അവര് പപ്പയും കൊച്ചുമോളും കൂടെ കറി വെച്ച് വെക്കും. ഞങ്ങള് 8 മണിക്ക് പോയിട്ട് ഇനി നമ്മുടെ അലൈനേഴ്സിന്റെ പരിപാടി നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങള് ടൂത്ത് അഫെയറിൽ എത്തിയിട്ടുണ്ട്. 12:30 നമ്മുടെ പറഞ്ഞിരുന്നത് 12:45 ചെറുതായിട്ട് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെയാണ് അല്ലേ? 100 വയസ്സാണല്ലോ. ഹലോ, ഇവിടുത്തെ വിളിച്ചതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. മനസ്സിലായി. ഞാൻ ഫ്രണ്ടിലുണ്ട്, എത്തി. വരും. കണ്ട, അവര് തന്നെ ലേറ്റ് ആയിട്ടാ വിളിച്ചിരിക്കുന്നത്. അവർക്കറിയാം. അല്ല, അവര് വിചാരിച്ചെന്നറിയോ, നമ്മള് 12:30 വരാനല്ല പറഞ്ഞേ. അപ്പോ 12:30 കഴിഞ്ഞ് 12:45 പിന്നെയും വന്നിട്ടില്ല അവൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇതുവഴി കയറാൻ പറ്റൂല. ഇനി എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി പ്രൊസീജിയർ ഒക്കെ നമുക്ക് നോക്കാം. വളഞ്ഞു കയറാം. ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി. സത്യം, നമ്മളെ ഇവിടെ എപ്പോ വന്നാലും ഇവർ ആദ്യം അറിയോ, നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ഈ കോൺഫറൻസ് റൂമിൽ കൊണ്ട് ഇരുത്തും. എന്നിട്ട് നമ്മളിവര് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ചായ കൊണ്ടുവരും, കോഫി കൊണ്ടുവരും, ബിസ്ക്കറ്റ് കൊണ്ടുവരും. അതെ. പിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അത്ര നീറ്റ് ആയിട്ടാണ് കേട്ടോ. കാരണം ഇതിന് മുമ്പ് 2 തവണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പക്കയാണല്ല. 2 സിറ്റിങ്ങിന് വന്ന സമയത്തും അവര് A to Z കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയും സൂപ്പർ ആയിട്ടാണ്. ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞോളൂ. ഹായ്.
അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഡിക്ഷൻ കുറച്ച് തെറ്റിപ്പോയെന്നേ ഉള്ളൂ. നമ്മൾ കോഫിയാണ് പറഞ്ഞത്, പക്ഷേ നാരങ്ങ വെള്ളമാണ് നമുക്ക്. നമ്മളെപ്പോഴും വരുന്നത് വൈകിട്ടല്ലേ, ടീ ടൈമിലാണ് നമ്മൾ എത്താറ്. ഇപ്പോൾ ഡോക്ടറുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് അപ്പോയിൻമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു, അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആവും. അപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. കാരണം കുറേ ആൾക്കാർക്ക് ഈ അലൈനേഴ്സിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് അലൈനർ ഇടുന്നത്, അതിട്ട് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ എനിക്ക് ഇത്രയും ദിവസം ചെയ്ത എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് എന്നോട് വന്നപ്പോഴത്തേക്കും എൻ്റെ പല്ലിൻ്റെ സ്കാനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മെയിനായിട്ട് ഈ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ഇരിക്കുകയാണ്, അതായത് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, ഈ താഴത്തെ പല്ലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് സ്കാൻ ചെയ്തു, ടീത്തിൻ്റെ എക്സ്റേ എടുത്തു, പിന്നെ സ്കാനിങ് എക്സ്റേ അല്ലേ രണ്ടെണ്ണം ചെയ്തുള്ളൂ, പിന്നെ ഫോട്ടോസ് എടുത്തു, അതിൻ്റെ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള താഴത്തുള്ള ഫോട്ടോസ് എടുത്തു. എന്നിട്ട് നമ്മുടെ അലൈനേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ ചെക്ക് ചെയ്തു അവർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിറ്റിങ്ങിന് ഞാൻ പിന്നീട് വന്നു. ഈ സിറ്റിങ്ങിന് വന്ന ഗ്യാപ്പിൽ അവർ കൃത്യമായിട്ട് പ്രോസസ് ചെയ്തു, നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതെ അതെ അതെ. അത് ആദ്യം പല്ലെടുക്കണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ അതിന്റെ ആവശ്യമില്ല, അവർ കുറച്ചുകൂടെ നോക്കി റിസർച്ച് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ നോക്കി കാണാൻ നിൽക്കും, ഞാൻ നോർമലി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് കുറച്ച് സ്കിന്ന് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് എൻ്റെ ഈ 2 പല്ല് പൊങ്ങിയതായതുകൊണ്ട് ആ പല്ലിൽ എൻ്റെ ഈ ലിപ്പ് വന്ന് തട്ടിയിട്ട് ആ ലിപ്പിൻ്റെ ഈ ഭാഗം മാത്രം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുമ്പോഴാണെങ്കിൽ ഇവിടെ സ്കിൻ ഇങ്ങനെ എക്സ്ട്രാ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ എൻ്റെ സ്മൈൽ അത്ര പെർഫെക്റ്റ് ആകണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ സ്മൈൽ കറക്ഷൻ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും ഈ 2 പല്ല് അകത്തേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ ചുണ്ടെന്ത് ചെയ്യും, അതേക്ക് പോകും. അപ്പോൾ എൻ്റെ സ്മൈലിൻ്റെ മൊത്തം കാര്യങ്ങൾ മാറും. ഇത് ഞാൻ പറഞ്ഞതല്ല, അവർ പറഞ്ഞതാണ്. പിന്നെ ഡോക്ടർ എനിക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെപ്പോഴും ചിരിക്കുന്ന സമയത്തെ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചിരിക്കുമ്പോൾ നമ്മുടെ ഈ മുകളിലെ പല്ലുകൂടെ കണ്ടിട്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നതെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് സ്മൈലാണ്. അത് പുള്ളിയൊരു ഉദാഹരണമായ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യണം, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റും, അത് കാണുമ്പോഴത്തേക്കും പെർഫെക്റ്റ് സ്മൈലാണ്. അപ്പം എൻ്റെ പെർഫെക്റ്റ് സ്മൈൽ അല്ലേ ഞാൻ ചിരിക്കുമ്പോഴത്തേക്കും, മനസ്സിലായോ? ഇനി വേറെ സംഭവം ഡോക്ടർ അത് ഫുള്ള് കാണണം. ഡോക്ടർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞത് 61, 62, 63, 64, 65. അതിൻ്റെ ഇത് കാണുന്നില്ല, വ്യത്യാസമുണ്ട്. ഇത് താഴ്ന്ന് കൗണ്ട് ചെയ്തേ, 61, 62, 63, ഈ 60 കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും പല്ല് കാണാന്നുണ്ടെങ്കിൽ അവർക്ക് പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഇനി ഇതേ ഞാൻ തന്നെ ഇപ്പം 20, 21, 22, 23, 24, 25, 26, 27 ഈ വെച്ചിട്ടാണ് എണ്ണുന്നത്. അപ്പം എൻ്റെ പല്ല് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേ സമയത്ത് 60, 61, 62, 63 കാണുന്നില്ല. മനസ്സിലായോ? 20, 21, 22, 23 കാണാൻ പറ്റും. 20 കാണാൻ പറ്റും നമുക്ക് മിക്കവും. 60 പറയുമ്പോഴത്തേക്കാണ് നമുക്ക് 60 സീരീസ് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ഈ 60 സീരീസ് പറയുന്ന ആളുടെ പല്ല് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ സംതിങ് നമ്മുടെ സ്മൈലിന് അത്ര പ്രശ്നമുണ്ട് നമ്മുടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സ്മൈലിനും അതുപോലെ തന്നെ എൻ്റെ ഈ ഇടത്തെ സ്മൈലും വലത്തെ സ്മൈലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പല്ലിൻ്റെ കൊണ്ട് തന്നെ. അപ്പോൾ അതായത് പല്ലിൻ്റെ ഓവറോൾ ഒരു വളവുണ്ട്, അതിൻ്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അതപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫുള്ള് ചെക്ക് ചെയ്തത്. അതെ. അപ്പോൾ അതിപ്പോൾ എല്ലാം തീർക്കാൻ വേണ്ടി പോവാ, ചതിക്ക് ഇപ്പോൾ തീരുമല്ലോ. നമ്മൾ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും പല്ല് എടുക്കണ്ട, സെക്കൻഡ് സിറ്റിങ്ങിൽ ഗ്രൈൻഡ് ചെയ്തു. അതായത് പല്ലിന്റെ ഗ്യാപ്പ് നമുക്ക് അത് ഗ്രൈൻഡ് ഗ്യാപ്പ് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ലെവൽ ചെയ്യുമ്പോൾ ഈ പല്ല് താഴുമ്പോഴത്തേക്കാണ് സ്പേസ് വേണം, ഓടി കറക്റ്റിൽ പുറകോട്ട് പോകാനായിട്ട്. അതാണ് ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇനാമലിന് പ്രശ്നം വരത്തില്ലേന്ന്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് ഇനാമൽ ലെവലിലേക്ക് ഗ്രൈൻഡിങ് വരുന്നില്ല പല്ലിൻ്റെ. അതായത് നമ്മുടെ ഒരു പല്ലിൻ്റെ ഇനാമൽ ലെവൽ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനേക്കാൾ മുകളിലാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പല്ലിൻ്റെ ഇടയിലും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് ഈ പ്രോസസ്സ് എല്ലാം പിന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ട്രയൽ അലൈനർ ഇടാൻ വേണ്ടി പോവുക. അതായത് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ എനിക്കിത് ഊരി മാറ്റേണ്ടതാണ്. അപ്പോൾ ഒരു ട്രയൽ 1 വീക്ക് നമ്മൾ പോയി നോക്കും എങ്ങനെയാണെന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മുടെ ഒറിജിനൽ അലൈനർ ഇടുന്നത്. അപ്പോൾ റിയൽ അലൈനറിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 21 മണിക്കൂർ ഒരു ദിവസം കണ്ടിന്യൂസ്ലി നമ്മൾ ഇടണം. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ഇടണം. ഫുഡ് കഴിക്കുമ്പോൾ മാത്രം മൊത്തത്തിൽ ഒരു ദിവസം 3 മണിക്കൂർ മാത്രം നമുക്ക് അലൈനർ മാറ്റി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ അലൈനർ നമ്മൾ മാറ്റി യൂസ് ചെയ്യുക. അങ്ങനെ ഒരു 6-8 മാസത്തെ പ്രോസസ്സ് ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് സ്മൈലിലേക്ക് എൻ്റെ പോകും. ആ പല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നും സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് പല്ലിൽ
ഈ ചുണ്ടിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഉടക്കൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. എനിക്കതില്ല, അതെല്ലാം മാറും. എനിക്കതില്ല. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറും. ഇത്തിലൂടെ നല്ല സ്മൈലായിട്ട് മാറും. നമുക്ക് ഇന്നലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. ട്രയൽ എന്നാ പറയാ അല്ലേ? സീറോ സ്റ്റേജ്. ഓക്കെ. സോ ഞാൻ പല്ലാതെ വന്നിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ 0 സ്റ്റേജിലെ അലൈനറാണിത്. ഇത് 1 വീക്ക് അല്ലേ? നമ്മൾ 1 വീക്ക് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി യഥാർത്ഥ അലൈനറിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ ഡോക്ടർ ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്ത് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ വന്നപ്പോഴത്തേക്കും ഈ ഒരാഴ്ചയോളമായി എൻ്റെ ഈ ഗ്രൈൻഡ് ചെയ്യുന്നില്ല, അതിന് പറയാം, എന്താ പറയാ, ഓക്കെ മനസ്സിലായത്, വലിയ ഗ്രൈൻഡ് ചെയ്തല്ലോ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫുഡൊക്കെ കയറിയിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പം എന്തായാലും 0 സ്റ്റേജിൽ ഈ സാധനം ഞാൻ വന്ന് ഇൻസെർട്ട് ചെയ്യണേ. ഓക്കെ അല്ലേ? സിമ്പിൾ കുഴപ്പമില്ല. ഇത് ലോവർ പോർഷൻ്റെ ആണ്. അല്ലേ? അതെ. ഇത് ഒരാഴ്ച കൊണ്ട് ഇത് നമ്മൾ പൊരുത്തപ്പെട്ട് പോകുമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ അല്ലേ? ഓക്കെ. ഇതാണ് കാണുന്നില്ല. അങ്ങനെ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങ് വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ മെയിൻ പരിപാടി ഇനി സ്റ്റാർട്ട് ചെയ്യും. സോ അങ്ങനെ അലൈനറൊക്കെ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏറ്റവും വലിയ സംഭവം അറിയോ? ബാ ഇവിടെ ഇന്ന് പപ്പ ഇതല്ലേ ഇതെന്താ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം കഴിക്കാനായിട്ട് പറ്റത്തില്ല. അതെ, ഞങ്ങള് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചിട്ട് അമ്മ അതെ ഇങ്ങോട്ട് കാണിച്ചില്ല. കൈ കഴുകിട്ടോ നിക്കണേ. എന്താ ഉള്ളില് വെക്കണത്? അകത്തല്ലേ പുറത്തല്ലേ കമ്പി ഇടുന്ന? കമ്പിയൊന്നുമില്ല. കമ്പിയല്ല ഇങ്ങനെ ഉണ്ടാ ക്ലിപ്പാ താഴാൻ വേണ്ടിയാണ്. അറിയത്തില്ല, പക്ഷെ ഒന്നും ഇട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. താഴെയില്ല, താഴെയുണ്ട്. കണ്ട് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ്. ഇന്നൊരു ദിവസത്തേക്ക് ചൂടുള്ളതും സ്പൈസി ആയിട്ടുള്ളതും കഴിക്കാൻ പറ്റില്ല. നാളെ തൊട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. അപ്പം ഒരു ദിവസം അല്ല 21 hours. ആകെ 3 നേരം ഫുഡ് കഴിക്കുമ്പോ 1 hour വെച്ച് കിട്ടും. അപ്പൊ മാത്രമേ രാത്രി ഉറങ്ങുമ്പം വരെ. 6 മാസത്തേക്ക് ഓരോ 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് അലൈനർ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 6 മാസത്തേക്ക് 6 മാസം മുതൽ 8 മാസം വരെ ഇവൻ 14 ഡേയ്സിൽ ഓരോന്ന് ഇത് ചേഞ്ച് ആവും, അടുത്താവും. എന്താടി മാസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവർക്ക് വാങ്ങിച്ചിട്ട് വന്ന പൊറോട്ട ഇവർ ഈ ഇറച്ചിയായിട്ട് കഴിക്കട്ടെ. ഞാൻ ദോശയും ചമ്മന്തിയായിട്ട്, അല്ല എനിക്ക് ദോശയും ചമ്മന്തി ഉണ്ട്, ഞാൻ ദോശയും ചമ്മന്തിയും കഴിക്കട്ടെ. ഓക്കെ ബൈ.